ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഡേറ്റ്സ് കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കും മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ അമർത്തിയാൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഞാനിവിടെ 500 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിന് ഹൈ ക്വാളിറ്റി ഡേറ്റ്സ് വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ സാധാരണ ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുരുവൊക്കെ കളഞ്ഞ് നടുകെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ ഡേറ്റ്സ് ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പ് വെള്ളത്തിൽ വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കാനാണ് പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഇത് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആയത് കാരണം അധികം ഒന്നും പഞ്ചസാരയുടെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബട്ടർ കേക്കിന് നല്ലൊരു ഫ്ലേവർ നൽകും. നല്ല ചൂടിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് വേഗം മെൽറ്റായി മിക്സായി കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കണം. കറക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ വല്ലാതെ അരച്ച് പേസ്റ്റ് ആക്കരുത്. ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം. ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദ എടുക്കാം. മൈദ എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഗോതമ്പ് പൊടി എടുത്താലും ഇത് ഗോതമ്പ് പൊടിയാണെന്ന് മനസ്സിലാവുകയില്ല. കുറച്ചുകൂടെ ഹെൽത്തിയുമാണ്. ഇതൊന്ന് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം. മൈദയാണ് എടുക്കുന്നതെങ്കിൽ അധികം തരികളൊന്നും കാണില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ അതിൽ നന്നായിട്ട് തരികളുണ്ടാവും. അതൊക്കെ മാറ്റണം. അവസാനത്തെ പോർഷൻ അരിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സൺഫ്ലവർ ഓയിൽ കൂടി വരുമ്പോഴാണ് കേക്കിൻ്റെ ടെക്സ്ചർ ശരിയായിട്ട് കിട്ടുക. ഇത് കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. ഈ ഡേറ്റ്സിൻ്റെയൊക്കെ കേക്കിന് ഈ കറുവാപ്പട്ടയുടെയൊക്കെ ഒരു ഫ്ലേവറാണ് അധികം ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്ററി ഇപ്പം നല്ല തിക്കിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പാലൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതിങ്ങനെ ഇളക്കി ഇളക്കി നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്റർ കറക്റ്റ് തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു എണ്ണമയം പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഒരു തവ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് അമർത്തി കൊടുക്കണം. ഒരേ ലെവലിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഉള്ളിൽ എവിടെയെങ്കിലും എയർ ബബിൾസ് കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഇത് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ചെയ്യാം. ഗ്യാസ് സ്റ്റവിൽ വെക്കുകയാണെങ്കിൽ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിത് 45 മിനിറ്റ് കൊണ്ടാണ് റെഡിയായി കിട്ടിയത്. ജസ്റ്റ് ഒന്ന് ആയി തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഈ പാത്രത്തിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കി. അതുകൊണ്ട് മുകൾ ഭാഗം ഒന്ന് അമർന്നു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കേക്കൊക്കെ ശരിയായി കിട്ടിയിട്ടുണ്ട്. കേക്കൊക്കെ വിൽക്കുമ്പോൾ ഇടയിൽ വെച്ച് തുറന്നു നോക്കാൻ പാടില്ല. ഞാനിതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ സാധാരണ പ്ലം കേക്കിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. വളരെ വളരെ സോഫ്റ്റാണ്. വളരെ ശ്രദ്ധിച്ച് മുറിച്ചിട്ടില്ലെങ്കിൽ പൊടിഞ്ഞു പോകും. നമ്മൾ ഈ കേക്കിൽ ചേർത്തിരിക്കുന്നത് വളരെ ഹെൽത്തിയായ ചേരുവകളാണ്. ഗോതമ്പ് പൊടി, ഡേറ്റ്സ്, പിന്നെ കറുവാപ്പട്ട. ഹെൽത്തിയും ടേസ്റ്റിയുമായ ഇന്നത്തെ ഡേറ്റ്സ് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.